ഇന്ത്യൻ ജേഴ്സിയിൽ ഇനി ആ 18-ാം നമ്പർ കാണാനാകില്ല എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരൽപ്പം വിചിത്രമായ കാര്യമായിരിക്കും. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യ കോഹ്ലിയുടെ അഭാവം സൃഷ്ടിക്കുന്ന വിടവെന്താണെന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ. അയാളുടെ അടങ്ങാത്ത പോരാട്ട വീര്യവും അഗ്രഷനുമൊക്കെ ഗ്യാലറികൾക്ക് നഷ്ടമാകും. വിരമിച്ചയുടൻ ഞാൻ കോഹ്ലിക്കൊരു സന്ദേശം അയച്ചിരുന്നു. അതിൽ ഞാൻ ഇങ്ങനെ എഴുതി: ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഷെയിം നോട്ട് ടു പ്ലേ അഗെയിൻസ്റ്റ് യു. അയാൾ പടനയിച്ച ഇന്ത്യക്കെതിരെ ഞങ്ങൾ കളിച്ച മത്സരങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ യുദ്ധങ്ങളായിരുന്നു. ഇംഗ്ലീഷ് നായകൻ ബെൻ സ്റ്റോക്സ് വാചാലനായി. 2021 ഓഗസ്റ്റ് 12, ദ ഹോം ഓഫ് ക്രിക്കറ്റ്, ഇംഗ്ലണ്ടിലെ വിശ്വവിഖ്യാതമായ ലോർഡ്സാണ് വേദി. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യുകയായിരുന്ന ചെതേശ്വർ പൂജാരയെ ചൊറിഞ്ഞെത്തിയ ഇംഗ്ലീഷ് പേസർ ഒലി റോബിൻസണെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കാത്തിരിക്കുകയായിരുന്നു വിരാട് കോഹ്ലി. ലോർഡ്സിലെ 5-ാം ദിനം ഇംഗ്ലണ്ട് ഒരു കൂട്ടത്തകർച്ചയുടെ വക്കിലായിരുന്നു. 3 വിക്കറ്റാണ് ആകെ കയ്യിലുള്ളത്. ഒലി റോബിൻസൺ ബാറ്റിങ്ങിനായി ക്രീസിലെത്തി. ഉടൻ അരികിലെത്തിയ കോഹ്ലി പുജാരയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: പുജാര, ഹൗ ബോറിംഗ് വാസ് യുവർ ഇന്നിങ്സ്? ദാറ്റ്സ് ഹൗ യു സർവൈവ് ഇൻ എ ടെസ്റ്റ് മാച്ച്. ഇന്നിങ്സിൽ ഉടനീളം വിടാതെ റോബിൻസന്റെ പിറകിൽ കൂടിയ കോഹ്ലി ബിഗ് മൗത്ത് എന്ന് അയാളെ പലകുറി വിളിച്ചു. സ്റ്റമ്മായി പിടിച്ചെടുത്ത ആ ശബ്ദവും റോബിൻസൺ കോഹ്ലി പോരിന്റെ ദൃശ്യങ്ങളുമൊക്കെ ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും ത്രസിപ്പിക്കുന്ന ഓർമ്മയാണ്. ഒലി റോബിൻസൺ, ജെയിംസ് ആൻഡേഴ്സൺ, ജോണി ബെയർസ്റ്റോ, അങ്ങനെ ഇംഗ്ലീഷ് ക്രിക്കറ്റിലെ അധികായർ പലരും കോഹ്ലിയുടെ അഗ്രഷന്റെ ആഴം ആവോളം അറിഞ്ഞവരാണ്. ഏറ്റവും ഒടുവിൽ നമ്മളത് കണ്ടത് സിഡ്നിയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ വെച്ചാണ്. പരിക്കേറ്റ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ കളം വിട്ടതോടെ ക്യാപ്റ്റൻസി ക്യാപ്പ് എടുത്തണിഞ്ഞ കോഹ്ലി തന്നെ പ്രകോപിപ്പിച്ച ഓസ്ട്രേലിയൻ ആരാധകരെ മൈതാനത്ത് വെച്ച് സാൻഡ് പേപ്പർ ഗേറ്റ് വിവാദം ഓർമ്മിപ്പിച്ചത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. അഗ്രഷന്റെ ആകാശ കൊടുമുടിയേറിയ ആ പഴയ ക്യാപ്റ്റൻ കോഹ്ലിയെ വീര്യമൊട്ടും ചോരാതെ ആരാധകർ ഒരിക്കൽ കൂടി സിഡ്നിയിൽ കണ്ടു. അതുകൊണ്ടൊക്കെയാണ് വിരാട് കോഹ്ലി ഇല്ലാതെ ഇന്ത്യ ഒരു വിദേശ പര്യടനത്തിൽ ഇറങ്ങുന്നതിനെ കുറിച്ച് നമുക്കിപ്പോഴും സങ്കല്പിക്കാനാകാത്തത്. എന്നാൽ ആ യാഥാർത്ഥ്യത്തിലേക്ക് പതിയെങ്കിലും നമുക്ക് നടന്നടുത്തേ മതിയാകും. ലീഡ്സിലെ ഹെഡിംഗ്ലി മൈതാനം നാളെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു തലമുറ മാറ്റത്തിന് വേദിയാകും. ഹെഡിംഗ്ലി ദ ഗ്രൗണ്ട് ഓഫ് മിറാക്കിൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ശുഭ്മാൻ ഗില്ലിന് കീഴിൽ ഇന്ത്യൻ സംഘം ഇറങ്ങുമ്പോൾ എന്ത് അത്ഭുതമായിരിക്കും ലീഡ്സ് ആരാധകർക്കായി കാത്തുവച്ചിരിക്കുന്നത്. രോഹിത് ശർമ്മയും കോഹ്ലിയും ഒഴിച്ചിട്ട ഇടങ്ങളിലേക്ക് ആരാവും കയറി നിൽക്കാൻ പോകുന്നത്? എ മിക്സ് ഓഫ് കോഹ്ലി ആൻഡ് രോഹിത്. ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ഗുജറാത്ത് ടൈറ്റൻസിൽ സഹതാരമായിരുന്ന ജോസ് ബട്ട്ലർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെയാണ്: കോഹ്ലി മൈതാനത്ത് അഗ്രസീവ് ആയിരുന്നെങ്കിൽ രോഹിത് കുറച്ചുകൂടി സമചിത്തയോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഇവർ രണ്ടുപേരുടെയും നായകത്വത്തിൽ ഇന്ത്യ ക്രിക്കറ്റിലെ ആകാശ ദൂരങ്ങൾ പലതും കീഴടക്കിയിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും കീഴിൽ കളിച്ച ഗില്ലിന്റെ ഉള്ളിൽ ഈ 2 ഗുണങ്ങളും താൻ കണ്ടിട്ടുണ്ട് എന്നാണ് ബട്ട്ലർ പറഞ്ഞു വെച്ചത്. അതേസമയം ക്യാപ്റ്റൻസിയുടെ അമിത സമ്മർദ്ദം ശുഭ്മാൻ ഗില്ലിന്റെ കളിയെ ബാധിക്കുമോ എന്നുകൂടി കണ്ടറിയണം. പുതിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിൾ ആരംഭിക്കുന്നു. ആദ്യ പരമ്പര തന്നെ ഇംഗ്ലീഷ് മണ്ണിൽ. 25-കാരൻ ശുഭ്മാൻ ഗില്ലിന് മുന്നിലുള്ളത് വലിയൊരു കടമ്പയാണ്. കോഹ്ലിയും രോഹിത്തും അശ്വിനുമൊക്കെ പടിയിറങ്ങിയെങ്കിലും ടീമിൽ ഇപ്പോഴും സീനിയർ താരങ്ങൾ പലരുമുണ്ട്. ജസ്പ്രീത് ബുംറയും രവീന്ദ്ര ജഡേജയും KL രാഹുലുമൊക്കെ അടങ്ങുന്നൊരു സംഘത്തെയാണ് നയിക്കേണ്ടത്. സച്ചിനും ഗാംഗുലിയും വീരേന്ദർ സേവാഗും അനിൽ കുംബ്ലെയും രാഹുൽ ദ്രാവിഡും ഒക്കെയുള്ളൊരു സംഘത്തെ നയിച്ച മഹേന്ദ്ര സിംഗ് ധോണി പിൽക്കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഇതിഹാസ നായകരുടെ കൂട്ടത്തിലേക്ക് ഓടിക്കയറിയത് എങ്ങനെയെന്നറിയില്ലേ? അങ്ങനെ ഒരു ഐതിഹാസിക യാത്രക്ക് ഇംഗ്ലീഷ് മണ്ണിൽ തുടക്കം കുറിക്കുമോ ശുഭ്മാൻ ഗിൽ? കഴിഞ്ഞ വർഷം തുടക്കത്തിലാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റുമുട്ടിയത്. ഇന്ത്യൻ മണ്ണിൽ വച്ചരങ്ങേറിയ പരമ്പര 4-1 ഇന്ത്യ സ്വന്തമാക്കി. പരമ്പരയിൽ 2 സെഞ്ചുറികളുമായി ടീമിന്റെ പടയോട്ടങ്ങളിൽ നിർണായക റോൾ വഹിച്ച ഗില്ലിനെ കുറിച്ച് കോച്ച് രാഹുൽ ദ്രാവിഡ് സെലക്ടർമാരോട് അന്ന് പറഞ്ഞത് ക്യാപ്റ്റൻസി പൊട്ടൻഷ്യൽ കൂടെ അയാളിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നാണ്. അന്ന് മുതൽ തന്നെ സെലക്ടർമാരുടെ നിരീക്ഷണത്തിലുണ്ട് ഗിൽ. ഒടുവിൽ രോഹിത് ശർമ്മയുടെ പടിയിറക്കത്തോടെ അയാളുടെ തലയിലേക്ക് ആ നിയോഗമെത്തി. കിവീസിനോട് സ്വന്തം മണ്ണിൽ വഴങ്ങിയ വൈറ്റ് വാഷ്, ബോർഡർ ഗവാസ്കർ ട്രോഫി പരാജയം, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ആരാധകർ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കുറേ ദിനരാത്രങ്ങൾക്ക് ശേഷമാണ് പ്രതീക്ഷയോടെ പുതിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിൾ ആരംഭിക്കുന്നത്. 2 ഫൈനലുകൾ കളിച്ചിട്ടും ഇനിയും കിരീടമടിക്കാനാകാത്ത ഇന്ത്യക്കായി ആ കിട്ടാക്കനി ഷെൽഫിലെത്തിക്കാൻ ശുഭ്മാൻ ഗില്ലിനാകുമോ? കോഹ്ലിയും രോഹിത്തും ഇല്ലാത്ത ഇന്ത്യൻ 11 ബാറ്റിംഗ് ഓർഡറിനെ കുറിച്ച് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അരങ്ങ് തകർക്കുകയാണ്. യശസ്വി ജയ്സ്വാളും KL രാഹുലും ഓപ്പൺ ചെയ്യുന്ന ഇന്നിംഗ്സിൽ സായ് സുദർശനോ അഭിമന്യു ഈശ്വറോ ആയിരിക്കും 3ാമനായി ക്രീസിലെത്തുക. കോഹ്ലി ഒടിച്ചിട്ട 4ാമന്റെ റോളിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലെത്തും. ഋഷഭ് പന്ത് 5ാമനായും കരുൺ നായർ 6ാമനായും ഇറങ്ങിയേക്കും. 7ാമനായി രവീന്ദ്ര ജഡേജയും 8ാമനായി ഷർദുൽ താക്കൂറുമാകും എത്തുക.
തുടർന്നുള്ള സ്ഥാനങ്ങളിൽ സിറാജും ബുംറയും പ്രസിദ്ധ് കൃഷ്ണയും കളത്തിലിറങ്ങും. ലീഡ്സിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിന് അരങ്ങുണരുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു തലമുറ മാറ്റത്തിൻ്റെ കാഹളം മുടങ്ങും. കോഹ്ലിയും രോഹിത്തും ഇല്ലാതെ വിദേശ മണ്ണിൽ കളത്തിലിറങ്ങുന്ന ടീം ഇന്ത്യയെ ഗില്ലും ഗംഭീറും ചേർന്ന് എങ്ങനെയാകും മാറ്റിപ്പണിയാൻ പോകുന്നത്? കാത്തിരുന്ന് കാണണം.